ഒരിക്കൽ സമ്പൽ സമൃദ്ധമായിരുന്ന കേരളം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്താൽ ദരിദ്രമായ നമ്മുടെ സമ്പത്ത് ജനങ്ങൾ ദാരിദ്ര്യത്തിലും വിശപ്പിലും അകപ്പെട്ടു. നമ്മുടെ മണ്ണിന്റെ സമ്പത്ത് വിളകൾ അവർ സ്വന്തമാക്കി. ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ 1805 പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ജനകീയ ചെറുത്തുനിൽപ്പായിരുന്നു പഴശ്ശി കലാപം. തലക്കൽ ചന്തു, എടച്ചേന കുങ്കൻ എന്നിവരുടെ സഹായത്തോടെ പഴശ്ശി ഗറില്ല യുദ്ധമുറയിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി രാജ്യത്തിന്റെ മാനം കാത്തു. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ധീരമായി പോരാടി രക്തസാക്ഷിത്വം വരിച്ചു. കേരള സിംഹമായി ചരിത്ര താളുകളിൽ ഇന്നും അദ്ദേഹം സ്ഥാനം പിടിക്കുന്നു. പക്ഷേ ഈ ഇരുട്ടിൽ ഒരു പ്രകാശമായി ഉയരുന്നു ഒരാൾ. കേരളത്തിന്റെ ആദ്യ സമര നേതാവ്, കോട്ടയത്തിന്റെ സിംഹം, പഴശ്ശി രാജാവ്. ജനങ്ങളെ, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ മണ്ണിനായി നമ്മൾ ജീവിക്കും, ആവശ്യം വന്നാൽ മരിക്കും. രാജാവേ, ഞങ്ങളുടെ ജീവനും രക്തവും രാജ്യത്തിനായി. നിങ്ങൾ ഞങ്ങൾക്ക് രാജാവ് മാത്രമല്ല, നിങ്ങളുടെ വിപ്ലവത്തിന്റെ സ്വരമാണ് ഞങ്ങളുടെ ഊർജം. കാട് നമുക്ക് മതിലാവും, സുരക്ഷയാവും. വെള്ളക്കാരെ ഞങ്ങൾ അദൃശ്യമായി നേരിടും. അവർക്ക് ഞങ്ങളുടെ നിഴലും കാണാൻ കഴിയില്ല. കേരളവർമ്മ, നിങ്ങൾ ഒരു രാജാവ് മാത്രമല്ല, നിങ്ങൾ ഒരു വിപ്ലവത്തിന്റെ സ്വരം. ബ്രിട്ടീഷുകാരുടെ ഭീഷണി. പഴശ്ശി രാജ ബ്രിട്ടീഷ് എംപയറിനെ എതിർക്കാനാണ് നോക്കുന്നത്. പേടിക്കണം, മരണഭയം വേണം. എതിർക്കാനുള്ള ധൈര്യമുണ്ടോ? ധൈര്യം അതിന്റെ ജനങ്ങളുടെ രക്തത്തിലാണ്. ഞങ്ങൾ അടങ്ങുകയില്ല. ബ്രിട്ടീഷുകാർ കൂടുതൽ സൈനികരുമായി തിരിച്ചെത്തി. അവൻ കാട്ടിലേക്ക് കടക്കുന്നു. അവർ എവിടെയാണ്? കാട്ടിലെ ഗറില്ല യുദ്ധം. കാട്, പഴശ്ശിയുടെ ആയുധം, കോട്ട. ബ്രിട്ടീഷുകാർക്ക് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാനാകുന്നില്ല. പഴശ്ശിയും കൂട്ടരും നിഴലുകളിൽ നിന്ന് ആക്രമിക്കുന്നു. ഇവർക്ക് ഈ കാട്ടിൽ നമ്മെ പിന്തുടരാനാവില്ല. വീണ്ടും ആക്രമിക്കാം. ഈ കാട് നമ്മെ വിജയിപ്പിക്കും. ഈ കാട് സ്വാതന്ത്ര്യത്തിന്റെ കാഹളം മുഴക്കുന്നു. നിഴലുകളാണോ ഇവർ? ഇവരെ പിടിക്കാൻ അസാധ്യം, അസാധ്യം. ജനങ്ങളുടെ കണ്ണീർ പഴശ്ശിക്ക് സഹിക്കാനാകുന്നില്ല. രാജാവേ, നിങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അടിമത്തത്തിന് ഒരു അവസാനമുണ്ടെന്ന്. നിങ്ങൾ ഞങ്ങളുടെ സ്വപ്നമാണ്, പാവങ്ങളായ ഞങ്ങളുടെ ശബ്ദമാണ്. എന്റെ ശരീരം വീണാലും എന്റെ ദേശത്തിനോട് എനിക്കുള്ള സ്നേഹം മരിക്കില്ല. അവസാന പോരാട്ട ദിനങ്ങൾ 1805. കോട്ടയത്തിന്റെ കാടുകളിൽ പഴശ്ശി രാജാവ് വീണു. പക്ഷേ അദ്ദേഹം മരിച്ചിട്ടില്ല. ഒരു ചിന്തയായി, ഒരു ധൈര്യമായി, ഒരു ജനതയായി അദ്ദേഹം നിലനിന്നു.
സ്വാതന്ത്ര്യത്തിനുള്ള മുറവിളി ശക്തി പ്രാപിച്ചു വന്നു. കേരളത്തിന്റെ മണ്ണിൽ നിന്നും വീണ്ടും നിരവധി മഹാത്മാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ചു.